ഹേ ഗായ്സ്, ഇന്നൊരു കിഡിലൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയാലോ നമുക്ക്? ദേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പരിപാടി തുടങ്ങാം. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് കൊറിയാൻഡർ, 2 ടൊമാറ്റോസ്, 1 ഓണിയൻ ആൻഡ് അറൌണ്ട് 5 to 6 ഗാർലിക് ക്ലോവ്സ്. ആദ്യമേ തന്നെ ഞാൻ ഗാർലിക് പീൽ ചെയ്യാന്ന് വെച്ചു. എപ്പോഴും ഗാർലിക് പീൽ ചെയ്യാൻ വേണ്ടി ഞാൻ മുകളിലത്തെയും താഴത്തെയും ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യാറുണ്ട്, എന്നിട്ടാണ് പീൽ ചെയ്യുന്നത്. ആൻഡ് അത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നാറുണ്ട് എപ്പോഴും. ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ ഞാൻ എപ്പോഴും നമ്മുടെ വലിയ നൈഫാണ് എടുക്കുന്നത്. ആൻഡ് അതിന്റെ ഈ പോയിന്റിംഗ് സൈഡ് എപ്പോഴും സ്റ്റേബിൾ ആക്കി വെക്കും. എന്നിട്ട് നമ്മുടെ ഈ ഹോൾഡിംഗ് പാർട്ട് എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫോർ മീ ദാറ്റ് മേക്സ് ചോപ്പിംഗ് മച്ച് ഈസിയർ ആൻഡ് ഫാസ്റ്റർ. സോ നൗ ഗാർലിക് ഈസ് ഡൺ ആൻഡ് മൂവിങ് ഓൺ ടു ഒണിയൻ. സവാളയെ ഞാൻ മുകളിലും താഴെയും ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ആദ്യമേ പീൽ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്നുകൂടെ ഞാൻ കഴുകിയിട്ട് നമ്മുടെ വാഷ് ചെയ്ത ടൊമാറ്റോസിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഒണിയൻ ചോപ്പ് ചെയ്യുന്നതിന് മുമ്പേ പാൻ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചു. ആൻഡ് നൗ കംസ് ദി ഓണിയൻ ചോപ്പിംഗ് പാർട്ട് ആൻഡ് ഓൾസോ മൈ ക്രൈയിങ് സെഷൻ. പകുതി പോർഷൻ കട്ട് ചെയ്യുമ്പോൾ വലിയ സീനില്ലായിരുന്നു. ബട്ട് സെക്കൻഡ് പോർഷൻ എടുത്തു തുടങ്ങിയതും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നു. ആൻഡ് ദിസ് ലിറ്ററലി ഹാപ്പൻസ് ടു മീ ഓൾമോസ്റ്റ് എവറി സിംഗിൾ ടൈം. ഇത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പാൻ ഒന്ന് ചൂടായിരുന്നു. അങ്ങനെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് പാൻ ഒന്ന് നല്ലതായിട്ട് ടിൽറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓയിൽ ഫുള്ളി സ്പ്രെഡ് ചെയ്യും ഈവൻലി എവറിവെയർ. ഇതിലേക്ക് ഞാൻ ആദ്യമേ ആഡ് ചെയ്തത് ഗാർലിക് ആണ്. വെളുത്തുള്ളി ആഡ് ചെയ്ത് കുറച്ചിങ്ങനെ സോട്ട് ചെയ്ത് കഴിഞ്ഞത് നമ്മുടെ സവാള ആഡ് ചെയ്തു. ആൻഡ് ഇത് രണ്ടും ഒരു നൈസ് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വെയിറ്റ് ചെയ്തു. ആൻഡ് ഇത് ഇങ്ങനെ കുക്കായിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ നമ്മുടെ ടൊമാറ്റോസ് കട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ തക്കാളി 2 എണ്ണവും നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മുടെ മല്ലിയിലയും അരിഞ്ഞു വെച്ചു. And now everything goes into the pan. And wait, I forgot curry leaves. ആദ്യമേ നമ്മുടെ ഗാർലിക് ആൻഡ് ഓണിയൻ സോട്ട് ചെയ്ത സമയത്തെ ഇത് ഇടേണ്ടതായിരുന്നു. ബട്ട് മറന്നുപോയി. പിന്നെ ഇത് ലാസ്റ്റ് ഓർത്താണ് ഇട്ടത്. ഈ മിക്സ് എല്ലാം ചെറിയൊന്ന് ഡ്രൈ ആയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തു. ആൻഡ് now for spices, I'm adding salt, little turmeric like around 1/4 tablespoon and chili powder because I didn't have dried chilies today. രണ്ടും സെയിം ആണ്, പക്ഷെ ഞാൻ ചില്ലി പൗഡർ ആകുമ്പോൾ ഞാൻ കൂടുതൽ എടുത്ത് ഇടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം കുറച്ച് നേരം ഇങ്ങനെ സോട്ട് ചെയ്ത് ഫുൾ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇത് കൂളാവാൻ വെച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ആൻഡ് നൗ ഇറ്റ്സ് ദി ബ്ലെൻഡിങ് ടൈം. അങ്ങനെ മിക്സിയിൽ അടിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ഉപയോഗിച്ച സെയിം പാനാണ് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ചൊന്ന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായതും കടുകൊക്കെ ഇട്ടു. കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയപ്പോൾ നമ്മുടെ കറി ലീവ്സും ഇട്ടു. അങ്ങനെ നമ്മുടെ കടുകും കരിവേപ്പിലയും എല്ലാം നല്ല ചൂടായപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തു. മിക്സിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ഇട്ടപ്പോൾ ചെറിയ പാടായിരുന്നു ഇത് വീഴാൻ. പിന്നെ ഞാൻ ആദ്യം കുറച്ച് സ്പൂൺ വെച്ചിങ്ങനെ കോരിയിട്ടു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചിട്ട് ഞാൻ ഫുള്ള് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ഫുള്ള് കോരിയിട്ടു. എന്നിട്ട് ഇതെല്ലാം കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കായവും കൂടെ കുറച്ച് അല്പം ആഡ് ചെയ്തു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡിയായി. ഡിന്നർ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല സോഫ്റ്റ് ഇഡ്ലിയും ഈ ടൊമാറ്റോ ചട്നിയാണ് ഡിന്നറിന് കഴിച്ചത്. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് ഈസ് പ്യോർ കംഫർട്ട് ഫുഡ് ഫോർ മീ. Okay, so that's today's little cooking vlog. Simple tomato chutney, soft idlis and a peaceful dinner after a long day. And trust me, this tasted so good. Good night from me and my comfort food. Bye everyone.